മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 55. ശരീരത്തിലേക്ക് വല്ലാതെ ചൂട് തട്ടുന്നത് പോലെ തോന്നിയപ്പോഴാണ് മാധവ് മെല്ലെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നത്. ദേഹത്തേക്ക് ആരോ തീ ഊതി വിടുന്നത് പോലെ തോന്നിയവന് തൻ്റെ നെഞ്ചോര മുഖം പൂഴ്ത്തിക്കിടക്കുന്നവളിൽ നിന്നുമാണ് ചൂടനുഭവപ്പെട്ടെന്ന് തോന്നിയതും അവൻ വെപ്രാളത്തോടെ ചുമ്മുവിൻ്റെ നെറ്റിയിൽ കൈവെള്ള വെച്ച് പനി നോക്കി. പൊള്ളുന്ന ചൂട് അവൻ കയ്യിലെറിഞ്ഞു. പെണ്ണ് തണുപ്പ് സഹിക്കാതെ തന്നിലേക്ക് ചേർന്ന് കിടക്കുകയാണ്. അതും തന്നെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട്. ഇടയ്ക്ക് എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതെ പിറുപിറുക്കുന്നുമുണ്ട്. ഇതിപ്പോൾ ഈ സമയത്ത് എന്താ ചെയ്യുക? ആദ്യം അവൻ്റെ നോട്ടം പോയത് കയ്യിൽ കിട്ടിയിരിക്കുന്ന സ്മാർട്ട് വാച്ചിലേക്കാണ്. സമയം വെളുപ്പിനെ 3 മണി. ചുമ്മുവിനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവളുടെ കൈ മെല്ലെ എടുത്തു മാറ്റിയവൻ. അവൻ ചെയ്ത പ്രവൃത്തി അലോസരപ്പെടുത്തിയത് കൊണ്ടാവാം പെണ്ണ് വീണ്ടും കൈയെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് വെച്ചത്. ഈ പെണ്ണ് ഒരു വിധത്തിൽ അവളെ ഇത്തിരി നീക്കിക്കിടത്തി കംഫർട്ട് കൊണ്ട് നന്നായി പുതപ്പിച്ച് കിടത്തിയവൻ പനിച്ചൂടിൽ കിടന്ന് വിറയ്ക്കുന്നവളെ കണ്ടപ്പോൾ നൊമ്പരം തോന്നിയെങ്കിലും അവൻ വേഗത്തിൽ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. ടീപ്പോയിൽ വെച്ചിരിക്കുന്ന ഫോൺ എടുത്ത് ആദ്യം അവൻ വിളിച്ചത് അനുവിനെയാണ്. ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതും ദേഷ്യത്തോടെ അവൻ വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി. അവസാനം അനിരുദ്ധിനെ കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് മാധവ് കാർത്തികയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തത്. ബെല്ല് പോകുന്നുണ്ട്, പക്ഷെ അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതും കൂടി ആയപ്പോഴേക്കും അവന് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നിരുന്നു. ഛേ, പെണ്ണിൻ്റെ അവസ്ഥ കണ്ട് ആദ്യം പോണ്ടവൻ പിന്നീട് റിസപ്ഷനിലേക്കാണ് കോൾ ചെയ്തത്. മറുവശത്ത് കോൾ കണക്റ്റ് ആയതും ആദ്യം ചോദിച്ചത് ഡോക്ടർ ഫെസിലിറ്റി റൂമിലേക്ക് ഉണ്ടോ ഇല്ലയോ എന്നതായിരുന്നു. ഇല്ലെന്നറിഞ്ഞതും ഒരു വെഹിക്കിൾ അറേഞ്ച് ചെയ്ത് തരാൻ അവൻ അവരോട് ആവശ്യപ്പെട്ടു. റിസോർട്ടിൻ്റെ തന്നെ വണ്ടി അവന് വേണ്ടി വിട്ടുകൊടുത്തു. വേദു, ഡി ഒന്ന് എഴുന്നേറ്റേ. വാലറ്റും ഫോണും ജീനിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം അവൻ കട്ടിലിൽ കിടക്കുന്നവളെ തട്ടി വിളിച്ചു. പക്ഷെ ചുമ്മാ വിളി കേൾക്കുന്നത് പോയിട്ട് കണ്ണുകൾ തുറക്കുന്നു പോലും ഇല്ലായിരുന്നു. വേദുട്ടി, കണ്ണേട്ടൻ അടി വിളിക്കുന്നേ, ഒന്ന് എണീക്കടി. അവൻ്റെ ശബ്ദം അപ്പോൾ പതറിയിരുന്നു. ചുമ്മൂന്ന് കണ്ണ് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഉറക്കത്തിലേക്കായിരുന്നു. കണ്ണിന് പേടി തോന്നി. ഇനിയും കാത്തു നിൽക്കാൻ അവനെ കൊണ്ട് കഴിയുമായിരുന്നില്ല. പെണ്ണിനെ കയ്യിലേക്ക് കോരിയെടുത്തുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഓടുമ്പോൾ അവൻ്റെ നെഞ്ചു പടയുകയായിരുന്നു. ലിഫ്റ്റിന് പോലും കാത്തു നിൽക്കാതെ വേഗത്തിൽ പടികൾ ഇറങ്ങി താഴേക്ക് പാഞ്ഞു. താഴെ അവർക്കായി എന്ന വണ്ണം റിസപ്ഷനിലുള്ള ആളുകൾ ഹാളിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാർ, ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക്, കൂടെ ഡ്രൈവർ വരും. എംപ്ലോയീസിൽ ഒരാൾ കണ്ണിന് പിന്നാലെ പുറത്തേക്ക് നടന്നു. എൻട്രൻസിന് മുന്നിൽ പോകുവാൻ എന്ന വണ്ണം നിർത്തിയിട്ടിരിക്കുന്ന കാറിൻ്റെ പിൻഭാഗം കൂടെ ചെന്നയാൾ തുറന്നു കൊടുത്തതും മാധവ് ചുമ്മൂനെയും കൊണ്ട് വളരെ ശ്രദ്ധയോടെ അകത്തേക്ക് കയറിയിരുന്നു. ഡോറടഞ്ഞതും അവനെയും കൊണ്ട് ആ കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കുതിച്ചു. ഒന്നുമില്ലാട്ടോ, ഞാനില്ലേ. ഓരോ വട്ടവും പനിച്ചൂടുകൊണ്ട് അവൻ്റെ കയ്യിൽ കിടന്ന് വിറയ്ക്കുമ്പോൾ കണ്ണൻ അവളെ ഒന്നും കൂടി നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു, ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ. ഒരു വട്ടം മാത്രം എപ്പോഴോ പെണ്ണ് കണ്ണുകൾ തുറന്നു. പക്ഷേ അവനെയൊന്ന് നോക്കിയതിന് ശേഷം കണ്ണുകൾ വീണ്ടും പൂട്ടി. പനി വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ഇഞ്ചക്ഷൻ കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് കുറഞ്ഞോളും. ഇവിടുത്തെ തണുപ്പ് ഭയങ്കരമാണ്, അതായിരിക്കും ഇങ്ങനെ ഉണ്ടായത്. മധ്യവയസ്കനായ ഡോക്ടർ മരുന്ന് എഴുതിക്കൊണ്ട് തന്നെ ടേബിളിന് മറുവശത്തായിട്ടിരിക്കുന്ന കണ്ണനോട് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? ചെക്കൻ അപ്പോഴും ആദ്യമായിരുന്നു. ഏയ്, ഒരു കുഴപ്പമില്ല. ഇനി തണുപ്പടിക്കാതെ സൂക്ഷിച്ചാൽ മതി. ഇന്നെന്തായാലും ഇവിടെ കിടക്കട്ടെ, നമുക്ക് നോക്കാം. പനി കുറയുവാണെങ്കിൽ ഇന്ന് ഉച്ചയോടെ ഡിസ്ചാർജ് ചെയ്തേക്കാം. ഡോക്ടർ പറഞ്ഞതും മാധവ് സമ്മതത്തോടെ തലയാട്ടി കാട്ടി. അവൻ അപ്പോഴായിരുന്നു ഇത്തിരി ആശ്വാസം തോന്നിയത്. ഡോക്ടറിന് മുൻപിൽ നിന്ന് എഴുന്നേറ്റ് റൂമിൻ്റെ അകത്തേക്ക് നടന്നവൻ ഒട്ടൊരു നെടുവീർപ്പോടെയാണ് ചുമ്മൂനെ കിടത്തിയിരിക്കുന്ന മുറിയിലേക്ക് കയറി ചെന്നത്. നല്ല ഉറക്കത്തിലാണ് പെണ്ണ്. അവളുടെ ദേഹം ഇപ്പോഴും ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ടെന്നത് പുതച്ചിരിക്കുന്ന ബ്ലാങ്കറ്റിന് മുകളിൽ കൂടിയും അവൻ അറിയാൻ കഴിഞ്ഞു. പിച്ചും പേയും പറച്ചിലും ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കണ്ണൻ അവൾ കിടക്കുന്ന ബെഡിനരികിലിട്ടിരിക്കുന്ന ഒരു കസേരയിലേക്ക് ചെന്നിരുന്നു. ശേഷം ഡ്രിപ്പിട്ടിരിക്കുന്ന ക്യാനല കുത്തിയ പെണ്ണിൻ്റെ ഇടം കൈത്തണ്ടയിൽ പതിയെ തടവിക്കൊടുത്തു. അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി, കൂടെ സ്നേഹവും.
കുറേ നേരം കഴിഞ്ഞതും പെണ്ണിൻ്റെ മുഖം ചുളിയുന്നത് അവൻ ശ്രദ്ധിച്ചു. എഴുന്നേൽക്കുവാനുള്ള തത്രപ്പാടിലാണ് അവളെന്നറിഞ്ഞതും കണ്ണൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ചുമ്മാ മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കിയത് അവൻ്റെ മുഖത്തേക്കായിരുന്നു. പിന്നീട് ചുറ്റിനും നോക്കി സംശയത്തോടെ നെറ്റി ചുളിച്ചു. ഹോസ്പിറ്റലിലാ, പേടിക്കണ്ട, പനി കുറഞ്ഞിട്ടുണ്ട്. അവളുടെ നെറ്റിയിൽ പൊതിഞ്ഞ വിയർപ്പ് തുള്ളികളെ കർച്ചീഫ് കൊണ്ട് തുടച്ചു മാറ്റിയിട്ട് കണ്ണൻ പറഞ്ഞു. ശരീരം ഒട്ടും വയ്യാത്തത് കൊണ്ടാവാം അവളും ഒന്ന് മൂളിക്കേട്ടത്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ആദ്യമായി അവളുടെ മുഖത്തേക്ക് നോക്കി ആദരമായി മാധവ് സംസാരിച്ചു. കുറവുണ്ട്. വളരെ പതിയെ അവൾ ഉത്തരം നൽകി. കിടന്നോ, കുറഞ്ഞെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവൻ അറിയിച്ചു, അവളെ ആശ്വസിപ്പിക്കുന്ന വണ്ണം. അതിനൊരു മൂളിച്ചയായിരുന്നു ചുമ്മുവിൽ നിന്നുള്ള മറുപടി. കുറച്ച് നിമിഷങ്ങൾ അവർക്കിടയിൽ നിശബ്ദമായി കടന്നുപോയി. നീ എങ്ങോട്ടാ? കുറച്ചു നേരം കഴിഞ്ഞതും ബന്ധപ്പെട്ട് വലങ്കൈ ബെഡിൽ കുത്തി താങ്ങി എഴുന്നേൽക്കുവാനായി ശ്രമിക്കുന്നവളെ അവൻ വേഗത്തിൽ കയ്യിലേക്ക് താങ്ങിക്കൊണ്ട് ചോദിച്ചു. വാഷ്റൂമിൽ പോണം. സ്വന്തം നിസ്സഹായാവസ്ഥ ഓർത്ത് അവൾക്ക് സ്വയം പുച്ഛം തോന്നി. നിക്ക്, കയ്യിൽ ഡ്രിപ്പ് കയറുന്ന നീ കണ്ടില്ലേ? ചുമ്മുവിനെ മെല്ലെ താങ്ങി കട്ടിലിൻ്റെ ക്രാസിയിലേക്ക് ചാരിയിരുത്തിയതിന് ശേഷം കണ്ണൻ ധൃതിയിൽ ആ മുറിയുടെ പുറത്തേക്ക് നടന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഒരു നേഴ്സുമായിട്ടാണ് അവൻ തിരിച്ചും റൂമിലേക്ക് വന്നത്. അവരാ ഡ്രിപ്പ് മാറ്റി ക്യാനുല അടച്ചു കൊടുത്തു. എന്നിട്ട് ചുമ്മുവിനെ വാഷ്റൂമിലേക്ക് പോകാൻ സഹായിച്ചു. ആദ്യം ഒന്ന് വേച്ചു പോയെങ്കിലും പിന്നീട് അവൾ മെല്ലെ ബാത്റൂമിലേക്ക് നടന്നു കയറി. ചുമ്മു തിരിച്ചു വന്ന് കട്ടിലിലേക്കിരുന്നതും അവർ വീണ്ടും ഡ്രിപ്പ് ഇട്ട് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിനക്കെന്തെങ്കിലും കുടിക്കാൻ വേണോ? കട്ടിലിലെ ക്രാസിയിലേക്ക് തല ചേർത്ത് വെച്ചിരിക്കുന്നവളോട് കണ്ണൻ മെല്ലെ ചോദിച്ചു. സമയം എന്തായി? കണ്ണു അടച്ചു പിടിച്ചുകൊണ്ട് പെണ്ണ് മറുചോദ്യമാണ് അവനോട് ഉന്നയിച്ചത്. 10 മണി. അവൻ വാച്ചിൽ നോക്കി സമയം പറഞ്ഞു. രാവിലെയാണോ? ഇത്തവണ ചുമ്മു കണ്ണുകൾ തുറന്നു ഒട്ടൊരമ്പരപ്പോടെ. അതിന് അലസമായിട്ടാണ് കണ്ണൻ ഉത്തരം നൽകിയത്. അമ്പലത്തിൽ പോക്ക്? ആദ്യമായി അവളുടെ മുഖത്ത് കുറ്റബോധം നിറയുന്നത് കണ്ണൻ ശ്രദ്ധിച്ചു. അതിപ്പോയി പനിയും വെച്ചോണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഇതൊന്ന് കുറയട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. വളരെ ശാന്തമായിട്ടായിരുന്നു മാധവിൻ്റെ സംസാരം. എപ്പോഴും വഴക്കു പറഞ്ഞും കലിപ്പിട്ടും നടക്കുന്നവൻ്റെ വേറൊരു ഭാവം ചുമ്മുവിനെ ഒട്ടൊന്നുമല്ല ഞെട്ടിച്ചത്. അനുവേട്ടനും കാർത്തും? വേറെ വഴിയില്ലാതെ അവൾ ചോദിച്ചു പോയി. ഇന്നലെ രാത്രി നൈറ്റ് ഡ്രൈവിന് പോയത് കാരണം നിനക്ക് വയ്യാതായ കാര്യം അവർക്കറിയില്ലായിരുന്നു. ഇത്തിരി മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനാ തടഞ്ഞ്. ഇപ്പോൾ കുടുംബക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടാവും. കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് അവൻ വളരെ അലസമായി മറുപടി പറഞ്ഞു. ചുന്മു പിന്നീടൊന്നും ചോദിച്ചില്ല, സംസാരിച്ചുമില്ല. എങ്കിലും ഉള്ളിൽ ചെറിയൊരു കുറ്റബോധം അവളെ വന്ന് പൊതിയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ തൻ്റെ അവസ്ഥയ്ക്ക് കാരണം താൻ തന്നെയാണ്. തൻ്റെ അശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നതും. കണ്ണേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ. പൊടുന്നനെ ആ ചോദ്യം മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നതും അവൾ തലചെരിച്ച് കസേരയിലിരിക്കുന്ന മാധവിനെ ഒന്ന് പാളി നോക്കി. ഇപ്പോഴും എന്തൊക്കെയോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് കക്ഷി. എന്തൊക്കെയോ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. മിക്കവാറും അതൊക്കെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടതാവാം എന്നവൾ ചിന്തിച്ചു. എങ്കിലും അനുവേട്ടനും കാർത്തും നൈറ്റ് ഡ്രൈവിന് പോയ കാര്യമായിരുന്നു അവളെ ഇപ്പോഴും അമ്പരപ്പെടുത്തിയത്. മിനി ഹണിമൂണാണെന്ന് പറഞ്ഞ് കാർത്തു ഇന്നലെ ശരിക്കും സത്യമായ കാര്യമായിരുന്നെന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് പോയും. ഈശ്വര, ഇങ്ങനെയുണ്ടാവും മനുഷ്യരൊക്കെ. എന്നാലും കണ്ണേട്ടനും കൂടി അറിഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടന്നെന്നുള്ള കാര്യമാണ് അവളെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിയത്. ഇങ്ങനെ ഇത്രയൊക്കെ ലിബറലായിരുന്നോ? അവൾക്ക് ഭയങ്കരമായ സംശയം തോന്നി. ഇത്രയും നാളും കണ്ട കണ്ണേട്ടനല്ല ഇപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് എത്രയൊക്കെ തൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയാലും അത് അംഗീകരിക്കുന്നില്ലെന്ന് ചുമ്മു വളരെ നിരാശയോടെ ഓർത്തു. സർ, ഫുഡ്. പെട്ടെന്നാണ് ഡോറിൽ ആരോ തട്ടി അകത്തേക്ക് കയറി വരുന്നെന്ന് കണ്ണനും ചുമ്മു ഒരുപോലെ ശ്രദ്ധിച്ചത്. നോക്കിയപ്പോൾ ക്യാൻറ്റീൻ ബോയ് ആണ്. അവൻ്റെ കയ്യിൽ ഫുഡ് ട്രേയും ഉണ്ടായിരുന്നു. താങ്ക് യു.
മാധവ് അത് കയ്യിൽ വാങ്ങി മേശമേലായിട്ട് വെച്ചു. എന്നിട്ട് ഫുഡിൻ്റെ ക്യാഷ് കൊടുത്ത് ആ ബോയിയെ പറഞ്ഞു വിട്ടു. ഞാൻ ആ സിസ്റ്ററിനെ വിളിച്ചുകൊണ്ട് വരാം. മാധവ് അത് പറഞ്ഞു തിരിഞ്ഞതും കഴിയാറായ ഡ്രിപ്പ് ബോട്ടിൽ ഊരി മാറ്റുവാനായി ഒരു നേഴ്സ് അകത്തേക്ക് കയറി വന്നിരുന്നു. അവർ ക്യാനുല ക്ലോസ് ചെയ്തിട്ട് ചുമ്മുവിനെ മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനായി സഹായിച്ചു. റൂമിൽ നിന്നും വരുത്തിച്ചതാ. ചുമ്മുവിൻ്റെ ബാഗിൽ നിന്ന് അവളുടെ ബ്രഷ് എടുത്ത് അതിലേക്ക് പേസ്റ്റ് വെച്ച് പെണ്ണിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് ചേക്കൻ. അവളൊന്ന് അന്തിച്ചുവെങ്കിലും മെല്ലെ അത് കയ്യിലേക്ക് വാങ്ങി. എന്നിട്ട് പതിയെ ബാത്റൂമിൻ്റെ ആ നേഴ്സിൻ്റെ സഹായത്തോടെ കയറി. ബ്രഷും ചെയ്ത് പുറത്തേക്ക് വന്നപ്പോഴേക്കും അവൾക്കായുള്ള ഫുഡ് ട്രേ ഹോസ്പിറ്റൽ ബെഡ് സൈഡ് ടേബിളിന് മുകളിൽ എടുത്തു വെച്ചിരുന്നു കണ്ണൻ. അത് കണ്ടതും അവളെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തിയിട്ട് ആ നേഴ്സ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കഴിക്ക്, എന്നിട്ട് ടാബ്ലറ്റ് എടുക്കാനുള്ളതാ. അവൻ്റെ ശബ്ദത്തിൽ അപ്പോൾ ശാന്തതയില്ലായിരുന്നു, തികച്ചും ഗൗരവമായിരുന്നു. ചുമ്മാ മറുത്തൊന്നും പറയാതെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഭക്ഷണം പകുതിയോളം കഴിച്ചു. മുഴുവൻ കഴിക്ക്. പാത്രത്തിൽ മിച്ചം വന്ന് നോക്കി ചെക്കൻ അവളെ നിർബന്ധിച്ചു. എനിക്ക് മതിയായി. പെണ്ണ് മുഖം ചുളിച്ചു. എങ്കിൽ എണീറ്റോ. മാധവ് തന്നെ അവളുടെ ഫുഡ് ട്രേ എടുത്ത് നീക്കി വെച്ചു. ശേഷം അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാൻ തന്നെ പൊയ്ക്കോളാം. കൈ കഴുകുവാനായി പോകുമ്പോൾ കൂടെ വരുന്നവനെ അവൾ തടഞ്ഞു. പക്ഷെ കണ്ണൻ അവളെ ഒന്ന് ശ്രദ്ധിച്ചതുപോലുമില്ല. കൈ കഴിച്ച് തിരിച്ച് ബെഡിൽ കൊണ്ടുപോയി അവൻ തന്നെ ചുമ്മുവിനെ കിടത്തി. ഉറങ്ങിക്കോ, ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാവും. അവളെ പുതപ്പിച്ച് കിടത്തിക്കൊണ്ട് മാധവ് നിർദ്ദേശിച്ചു. പക്ഷെ ആ സമയം ചുമ്മു ശ്രദ്ധിച്ചത് കണ്ണൻ്റെ മുഖത്തെ ഉറക്കമില്ലായ്മയും അലങ്കോലപ്പെട്ട മുടിയും കണ്ണുകളിൽ ക്ഷീണവും മാത്രമായിരുന്നു. കണ്ണേട്ടൻ കഴിച്ചോ? ആദ്യമായി ചുമ്മുവിൻ്റെ നാവിൽ നിന്നും അവന് നേരെയുള്ള ഒരു കരുതലോടെയുള്ള ചോദ്യം പുറത്തേക്ക് തെറിച്ചു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് വേഗം വരാമേ. കഥയെക്കുറിച്ചുള്ള അഭിപ്രായം എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബൈ ബൈ.